നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒടുവിൽ അധികൃതർ കണ്ണുതുറന്നു. മരണപ്പാതയായി മാറിയ പരിയാരം ദേശീയപാതയ്ക്ക് സുരക്ഷാ കവചമൊരുക്കാൻ കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഫണ്ട് അനുവദിച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്കൂളുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. വിനായക ചതുർത്ഥി. പയ്യന്നൂരിൽ വർണ്ണശബളമായ നിമജ്ജന ഘോഷയാത്ര. സാങ്കേതിക വിദ്യകൾ ഉന്നതിയിലെത്തിയിട്ടും സിനിമകൾക്കിപ്പോഴും നാടകത്തോട് കിടപിടിക്കാൻ സാധിക്കുന്നില്ലെന്ന് ചലച്ചിത്ര സംവിധായകനും നാടകപ്രവർത്തകനുമായ മനോജ് ഖാന. AIYF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഒടുവിൽ അധികൃതരും കണ്ണു തുറന്നു. മരണപ്പാതയായി മാറിയ പരിയാരം ദേശീയപാതയ്ക്ക് സുരക്ഷാ കവചമൊരുക്കാൻ കേന്ദ്ര ഉപരിമന്ത്രാലയം ഫണ്ട് അനുവദിച്ചു. കാലിക്കടവ് മുതൽ ഏമ്പേറ്റ് വരെയുള്ള മേഖലയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക. അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് പരിയാരത്ത് റോഡ് വീതി കൂട്ടാനുള്ള പ്രവൃത്തികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാകാൻ തുടങ്ങിയതോടെയാണ് അധികൃതർ സുരക്ഷാ നടപടികൾക്ക് തുടക്കമിട്ടത്. അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കടവ് മുതൽ പരിയാരം ഏമ്പേറ്റ് വരെയുള്ള മേഖലയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. 6,60,00,000 രൂപ ചെലവിലാണ് ക്രമീകരണങ്ങൾ. കേന്ദ്ര ഉപരിതല മന്ത്രാലയമാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ റോഡിന് വീതി കൂട്ടുന്നതിന് പുറകെ ബസ് ബേ, അപകട സാധ്യത അറിയിക്കുന്ന സൂചനാ ബോർഡുകൾ തുടങ്ങിയവയും സ്ഥാപിക്കും. ദേശീയപാതയിൽ പരിയാരം ഭാഗത്ത് അപകടങ്ങൾ പതിവായതോടെ ഈ മേഖല അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇവിടെ നടന്ന 20ഓളം അപകടങ്ങളിൽ 4 പേരാണ് മരിച്ചത്. ദേശീയപാത മരണപാതയായിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്നത് സംബന്ധിച്ച് നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. കേന്ദ്ര മന്ത്രാലയത്തിനു വേണ്ടി PWD നേരിട്ടാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത്. റോഡിന് വീതി കൂട്ടാനുള്ള നടപടികളാണ് പരിയാരത്ത് നിലവിൽ നടക്കുന്നത്. ഇരുഭാഗത്തും 5 മീറ്റർ വെച്ച് വീതി വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശം. റോഡിൽ ഡിവൈഡർ നിർമ്മിച്ച് 2 വരി പാതയാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. പരിയാരം ആയുർവേദ കോളേജ് മുതൽ ഏമ്പേറ്റ് വരെയുള്ള മേഖലയിലാണ് അടിയന്തര പ്രാധാന്യത്തോടെ പണി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്കൂളുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. പയ്യന്നൂർ ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഉപജില്ലാതല അധ്യാപക ദിനം പയ്യന്നൂർ BMLP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. രാമദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകർക്കുള്ള ആദരം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ, CK പുരുഷോത്തമൻ, TS രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി റിട്ടയർഡ് അധ്യാപകരായ A. വിജയലക്ഷ്മി, വൈക്കത്ത് നാരായണൻ, TP പത്മനാഭൻ, രാമചന്ദ്രൻ, MV രാജനന്ദിനി, CK സുകുമാരൻ നായർ, KV സരോജിനി, M. ഭരതൻ എന്നിവരെ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ E. ശ്രീധരൻ ആദരിച്ചു. ചടങ്ങിൽ PP പ്രജിത, N. സാറ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. SMC ചെയർമാൻ PV ബാലൻ അധ്യക്ഷത വഹിച്ചു. ആദരമേറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗവും നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക MS സുവർണ സ്വാഗതവും അധ്യാപകൻ C. രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജീവിതശൈലി എന്ന വിഷയത്തിൽ TP പത്മനാഭൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി MRCHന് വേണ്ടി സുത്യർഹമായ സേവനം കാഴ്ചവെച്ച A. ശോഭ, സിന്ധു കരിപ്പത്ത്, റീന PP, സന്ധ്യാറാണി PV, സരള PV എന്നിവരെയാണ് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ഒപ്പം നാടക സാഹിത്യത്തിന് തുളുനാട് മാസിക ഏർപ്പെടുത്തിയ തുളുനാട് കൂർമ്മനെഴുത്തച്ഛൻ അവാർഡ് നേടിയ KM ശ്രീകുമാർ മാസ്റ്ററെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് നിർവഹിച്ചു. MRCH ഡയറക്ടർ ഡോക്ടർ VC രവീന്ദ്രൻ പൊന്നാടി അണിയിച്ചു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം MT അന്നൂർ നിർവഹിച്ചു. ചടങ്ങിൽ VP കൃഷ്ണപൊതുവാൾ, രാജഗോപാലൻ മാസ്റ്റർ, TK സന്തോഷ്, KV രാഘവൻ മാസ്റ്റർ, VTV ദാമോദരൻ, ശാന്ത PE, ഷീബമോൾ TV, സുചിത്ര K, രജനി A, ശകുന്തള K തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. MRCH പ്രസിഡന്റ് K. കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കവിത EP സ്വാഗതവും ആശാ P നന്ദിയും പറഞ്ഞു.
പയ്യന്നൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ അധ്യാപക ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. പ്രത്യേക അസംബ്ലിയും നടന്നു. കരിവള്ളൂരിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. എരമം നോർത്ത് LP സ്കൂൾ ദേശീയ അധ്യാപക ദിനാഘോഷവും ആംഫി തിയേറ്റർ ഉദ്ഘാടനവും ഓർമ്മച്ചെപ്പ് 2016 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആംഫി തിയേറ്റേഴ്സിന്റെയും ദിനാഘോഷത്തിന്റെയും ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. അധ്യാപകർക്കുള്ള ആദരവും മുഖ്യപ്രഭാഷണവും തളിപ്പറമ്പ് DO ബാലചന്ദ്രൻ മഠത്തിൽ നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. P രാമദാസൻ, M ചന്ദ്രിക, MV ചന്ദ്രൻ, പുരുഷോത്തമൻ മാസ്റ്റർ, TM ബാലകേശവൻ മാസ്റ്റർ, രാജശ്രീ VV, C വിജയൻ മാസ്റ്റർ, മനോഹരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. MM വിജയൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ നോർത്ത് UP സ്കൂളിൽ അധ്യാപക ദിനം വിപുലമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപികയായി വിരമിച്ച ചന്ദ്രമതി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നിരവധി പരിപാടികളും അരങ്ങേറി. വലിയചാൽ LP സ്കൂളിൽ അധ്യാപക ദിനത്തിൽ മുൻ അധ്യാപകരെ വീട്ടിൽ ചെന്ന് പൊന്നാടി അണിച്ച് ആദരിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വാധ്യാപകർ ക്ലാസ് എടുക്കുകയും ചെയ്തു. കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നാഷണൽ ബിൽഡർ അവാർഡ് നേടിയ കുഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപിക P രാധാമണി ടീച്ചറെ അധ്യാപക ദിനത്തിൽ ആദരിച്ചു. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് P കനകരാജൻ അധ്യക്ഷനായി. രാധാമണി ടീച്ചർക്കുള്ള ഉപഹാരം കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ വിതരണം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ജയകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ സുഭാഷ്, V മനോജ് കുമാർ, EP ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മാതമംഗലം CP നാരായണൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനാഘോഷവും ഗുരുവന്ദനവും PV ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. P മുസ്തഫ അധ്യക്ഷനായ ചടങ്ങിൽ PT ബാലകൃഷ്ണൻ, T പ്രേംലാൽ, ദ്രൗപദി KN എന്നിവർ സംസാരിച്ചു. തുടർന്ന് 70 വയസ്സ് തികഞ്ഞ പൂർവ്വാധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ പ്രധാനാധ്യാപകരായ KK അടിയോടി മാസ്റ്ററെയും V ദാമോദരൻ മാസ്റ്ററെയും പ്രിൻസിപ്പൽ TM ജയകൃഷ്ണൻ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരെയും ജീവനക്കാരെയും ഉപഹാരം നൽകി ആദരിച്ചു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ അധ്യാപക ദിനാഘോഷം പുനർജനി 2016 ഡോക്ടർ RC കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV തങ്കമണി, MK സുകുമാരൻ നമ്പ്യാർ, TV രഞ്ജിത്ത്, KK സതീദേവി, U സതീശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. We are celebrating as Teachers' Day, and today in our school our 10th standard students are becoming teachers and they are taking classes for you. And greetings on the occasion of the Teachers' Day to all the students. You must respect the teachers and you must be obedient to them. Stated. What's the fraction? Example 4 is mother diary, and ADS is another example. This is the Academy of Development of അധ്യാപക ദിനത്തിന്റെ ഭാഗമായി പഴയങ്ങാടി ഫസ്ലി ഒമർ പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരായി. എല്ലാ ക്ലാസുകളിലും സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥികളാണ് അധ്യാപക ദിനത്തിൽ ക്ലാസുകൾ എടുത്തത്. വിദ്യാർത്ഥികളിൽ അധ്യാപക വൃത്തിയോട് ആഭിമുഖ്യം വളർത്തുക എന്നതും അധ്യാപക വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. സ്കൂളിലെ വിഷ്ണുപ്രിയ, C സിദ്ധാർത്ഥ്, ആർദ്ര, മദിഹ കലാം എന്നിവരാണ് അധ്യാപകരായത്. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ VP രാമചന്ദ്രൻ നിർവഹിച്ചു. മിനിമിത്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 3 പതിറ്റാണ്ടുകാലം മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിരുന്നു VV അബൂബക്കർ മാസ്റ്റർ. ഇപ്പോൾ 83ാം വയസ്സിലും സ്കൂളിന്റെ മാനേജറായി തുടരുന്നു. ശാരീരിക വിഷമതകളാൽ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുമ്പോഴും തന്റെ സ്കൂളിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുമുള്ള ചിന്തകളാണ് മാഷിന് കൂട്ട്. തികച്ചും ഗാന്ധിയ ദർശനങ്ങളാണ് മാഷിനെ മുന്നോട്ട് നയിക്കുന്നത്. അച്ചടക്കബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അബൂബക്കർ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നോക്ക ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന മാട്ടൂലിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതി കൈവരിക്കാൻ അബൂബക്കർ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഒരു ഗാന്ധിയൻ സ്വഭാവമാണ് കുട്ടിയോട്. കുട്ടികളാരെയും ഞാൻ ഒരു കാലത്തും പ്രവർത്തിക്കും. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന അബൂബക്കർ മാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു. മാഷിന്റെ സേവനം വിലപ്പെട്ടതാണെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ VP മുഹമ്മദ് അലി പറഞ്ഞു. സമൂഹവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു അധ്യാപകനാണ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ നല്ല ഒരു ചിത്രമാണ് അബൂബക്കർ മാസ്റ്ററെ കുറിച്ച് ഉള്ളത്. അബൂബക്കർ മാസ്റ്റർ കൈവെക്കാത്ത സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അബൂബക്കർ മാസ്റ്ററുടെ വിരൽ സ്പർശമുണ്ടായി എന്ന് തന്നെ പറയാം. രവീന്ദ്രൻ, VP മുഹമ്മദ് കുഞ്ഞി, VV മഹമ്മൂദ്,
ഗഫൂർ മാട്ടൂൽ, എം പത്മനാഭൻ, സാബിർ മാട്ടൂൽ, CK ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചടങ്ങിൽ സുരേഷ് കുറുന്തലിനെ ആദരിച്ചു. മാനേജിംഗ് ഡയറക്ടർ വി നന്ദകുമാർ, ഡയറക്ടർ കെ വീണാലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉന്നതിയിലെത്തിയിട്ടും സിനിമകൾക്കിപ്പോഴും നാടകത്തോട് കിടപിടിക്കാൻ സാധിക്കുന്നില്ലെന്ന് ചലച്ചിത്ര സംവിധായകനും നാടകപ്രവർത്തകനുമായ മനോജ് ഖാന. കുഞ്ഞിമംഗലം ഷൂട്ടേഴ്സ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടിൻ്റെ അകവും നാടിൻ്റെ നാവുമായ നാടകത്തിൻ്റെ അരങ്ങിലും മണിയറയിലും മുൻകാലങ്ങളിലുണ്ടായിരുന്നത് തൊഴിലാളികളും സാധാരണക്കാരുമായിരുന്നു. അവരുടെ ദൈനംദിന ജീവിതം തന്നെയായിരുന്നു മിക്ക നാടകങ്ങളുടെയും പ്രതിപാദ്യ വിഷയം. സാങ്കേതിക മികവ് പുലർത്തിയ സിനിമകൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമൂഹത്തോട് സംവദിക്കുന്ന നാടകത്തോളം എത്താൻ അവയ്ക്ക് സാധ്യമല്ലെന്ന് മനോജ് ഖാന വ്യക്തമാക്കി. നടനും നാടകക്കാരനും സംവിധായകനുമെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് ആൾക്കൂട്ടങ്ങളോടാണ്. ആൾക്കൂട്ടം മുഴുവൻ സഹൃദയരല്ല. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ച് നിരവധി നടക്കുന്ന സന്ദർഭങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തിയാണ് നാടകം വേദിയിൽ പുരോഗമിക്കുന്നത്. വർത്തമാനകാല സാമൂഹ്യ ജീവിതം മാറിവന്ന സാഹചര്യത്തിൽ അധികാരവർഗത്തിന്റെ അനീതികൾക്കെതിരായ ആയുധോപാധിയായി നാടകകലയെന്ന് ആഴത്തുള്ള അന്വേഷണവും ചൂണ്ടിക്കാട്ടലുകളും വിട്ട് അരങ്ങിലെ വെറും പൊറാട്ട നാടകങ്ങളായി മാറുകയാണെന്നും ആയതിനാൽ നാടകത്തെ പരിപോഷിപ്പിച്ചു നിർത്താൻ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ അതോടൊപ്പം സിനിമ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിനിമ അമീബ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിനു മുമ്പ് ചായല്യം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇത് രണ്ടും കാണാത്തവരായിരിക്കും ഞാൻ വിചാരിക്കും. കാരണം അത് പൊതുവെ ഒരു അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവാർഡ് സിനിമ പറഞ്ഞാൽ നമുക്കുള്ളതല്ല എന്നാണ് നമ്മളൊരു കൺസെപ്റ്റ് തന്നെ അങ്ങനെ ആയിപ്പോയി. അത് അവാർഡിന് വേണ്ടിയുള്ളതാണ്, അത് നമുക്കുള്ളതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് അവാർഡിന് വേണ്ടിയുള്ളതായിരുന്നില്ല, തികച്ചും. ചടങ്ങിന്റെ ഭാഗമായി ഡ്രാമ ഫെസ്റ്റ് 2016 ലോഗോ പ്രകാശനം മൗത്ത് ആർട്ടിസ്റ്റ് സുനിതയും നിർവഹിച്ചു. നവംബർ 1 മുതൽ 5 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. യോഗത്തിൽ CV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ വിഘ്നേശ്വര സേവാ സമാജിന്റെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു. 100ഓളം പേർ ഘോഷയാത്രക്ക് അകമ്പടിയായി. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ വർണ്ണശബളമായ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നിന്നും വൈകിട്ടോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഗണേശസ്തുതികളും മന്ത്രധ്വനികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങൾ മാറ്റുകൂട്ടി. നഗരനിത്യ ഘോഷയാത്രയ്ക്ക് ശേഷം ഗണേശ വിഗ്രഹം പെരുമ്പാപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. 100ഓളം പേർ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. AIYF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി CK രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 7 മുതൽ 11 വരെ തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന AIYF 20ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാലിക്കടവിൽ ആരംഭിച്ചത്. കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ജയപ്രകാശ് നഗറിൽ ജില്ലാ പ്രസിഡന്റ് മുകേഷ് ബാലകൃഷ്ണൻ പതാക ഉയർത്തി. രഞ്ജിത്ത് മടിക്ക് രക്തസാക്ഷി പ്രമേയവും M ശ്രീജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ദളിതരും ആദിവാസികളും ഭയത്തോടെ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ആകുലപ്പെടുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ സൂചിപ്പിച്ചാൽ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും അടിമകൾക്കും രാജ്യത്ത് ഭയരഹിതമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് 70ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് നടത്തിയ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പ്രകടമാക്കുന്നത്. തുടർന്ന് റിപ്പോർട്ട് അവതരണം, സെമിനാർ, പ്രഭാഷണം, കലാപരിപാടികൾ, വിപ്ലവഗാനമേള തുടങ്ങിയവയും നടന്നു. 6-ന് 3 മണിക്ക് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പോടെ ജില്ലാ സമ്മേളനം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി ഓണക്കാഴ്ചകൾ.
പയ്യന്നൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ ഓണം ബക്രീദ് സബ്സിഡി വിപണനമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടകുൽ നിർവഹിച്ചു. സെപ്റ്റംബർ 5 മുതൽ 13 വരെയാണ് മേള. ഒഴിവുദിനം ആഘോഷമാക്കി പ്രധാനാധ്യാപക ഫോറം മാതൃകയായി. ചെറുവത്തൂർ ഉപജില്ലാ പ്രധാനാധ്യാപക ഫോറമാണ് അവധി ദിനമായ തിങ്കളാഴ്ച ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ തിങ്കളാഴ്ച പൊതു അവധിയായിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം അവധി ദിനത്തിൽ ഓണമാഘോഷിച്ചാണ് ചെറുവത്തൂർ ഉപജില്ലാ പ്രധാനാധ്യാപക ഫോറം ശ്രദ്ധേയമായത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാർ, BRCയിലെ ജീവനക്കാർ, മുഴുവൻ പ്രധാനാധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പൂക്കളമൊരുക്കിയും ഓണസദ്യയൊരുക്കിയും കേരളീയ വസ്ത്രത്തിലെത്തിയ ജീവനക്കാർ ആഘോഷം ഗംഭീരമാക്കി. തുടർന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TM സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ജില്ലയുടെ HM ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയും അതോടൊപ്പം തന്നെ അധ്യാപക ദിനാഘോഷം ബക്രീദ് ഈ 3 പരിപാടികളും ഒരുമിച്ച് നടത്താൻ വേണ്ടി ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിലെ മുഴുവൻ പ്രധാനാധ്യാപകരും ഇന്ന് അവധി ദിവസമായിട്ട് പോലും മുഴുവൻ ആളുകളും ഇന്നലെ മുതൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സീനിയർ സൂപ്രണ്ട് സുരേഷ്, പ്രധാനാധ്യാപകർ, അധ്യാപികമാർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപക ഫോറം കൺവീനർ MP രാഘവൻ മാസ്റ്റർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ കവിതാലാപനവും ഓണം ഓർമ്മ പുതുക്കൽ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാണാം ഓർമ്മയിലെ ഓണം. പൂവിളി ഉയർത്തി പൂക്കളമൊരുക്കി പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. പഴയകാലത്തെ ഓണക്കാലം ഓർത്തെടുക്കുകയാണ് പയ്യന്നൂർ കേളോത്തെ 99 കഴിഞ്ഞ അക്കരക്കാരൻ പൊക്കൻ. പൂക്കൾ പൈസ കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ അന്നുണ്ടായിരുന്നില്ല. പറയുന്നത് 99 വയസ്സ് കഴിഞ്ഞ പയ്യന്നൂർ കേളോത്തെ അക്കരക്കാരൻ പൊക്കൻ എന്നവരാണ്. തന്റെ പഴയ ഓണക്കാലത്തെ ഓർമ്മകൾ അയവിറക്കുകയാണ്. 99 വയസ്സ് കഴിഞ്ഞെങ്കിലും പേരക്കുട്ടികൾക്കൊപ്പം ഊർജ്ജസ്വലതയോടെ പൂക്കൾ പറിക്കാനും ഓണമിടാനുമെല്ലാം സജീവൻ തന്നെ. അന്നത്തെ ഓണക്കാലത്ത് പൂക്കുരിയെ ഉണ്ടാക്കി നാട്ടിൻപുറങ്ങളിലെല്ലാം കൂട്ടമായി പൂക്കൾ പറിക്കാൻ ഇറങ്ങും. അന്ന് അതൊക്കെ വലിയ ജോലിയായി തന്നെ കണ്ടിരുന്നുവെന്നും പൂക്കൾ തേടി ഇറങ്ങുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുപോയിട്ടുണ്ടെന്നും പൊക്കേട്ടൻ പറയുന്നു. അതാണ് അന്നത്തെ കാലം. അത് വലിയ ഒരു 3-4 ആൾ വളർന്നിരുന്നിരുന്നിട്ട് കൂടുതലാണ് അന്നത്തെ പണി. പിന്നെ ആടുന്ന് എണീറ്റ് വന്ന് പിന്നെ വീട്ടിൽ വന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ ആടുന്ന് പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കാൻ പോയി ചില പരിപാടിയെല്ലാം കണ്ട് വന്ന് ഉച്ചക്ക് എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും. അതെല്ലാം തന്നെ അന്നേരത്തെ പരിപാടി. എന്നാൽ പൈസ കൊടുത്താണ് ഇന്ന് പൂക്കൾ വാങ്ങി ഓണമിടുന്നതെന്നും അതൊക്കെ വലിയ മാറ്റം തന്നെയാണെന്നും കൂടുതൽ ഓണം ഉണ്ട പൊക്കേട്ടൻ അഭിപ്രായപ്പെടുന്നു. ഓണക്കാലത്ത് പലതരം കളികളുണ്ടാവും. സദ്യയൊക്കെ കഴിച്ച് കളികളിൽ പങ്കെടുക്കുന്നു. പഴയ കാലത്തുണ്ടായിരുന്നത് നന്മയുടെ ഓണമാണെന്നും അദ്ദേഹം പറയുന്നു. 99 വയസ്സിലും മുത്തപ്പനെ സേവിച്ച് മടയനായി കർമ്മരംഗത്തും സജീവമാണ്. പായം അല്പമൊരു വളവുണ്ടാക്കി എന്നതൊഴിച്ചാൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. പൊടിക്കളത്തിൽ മുത്തപ്പന്റെ സേവകനായി കയറിയ പൊക്കേട്ടൻ പടിത്തരവും പ്രാർത്ഥനകളുമായി നടക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടത്തിന് വർഷങ്ങളായി സേവനം ചെയ്യുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണത്തിൽ വരുന്ന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. റോട്ടേറിയൻ മേജർ ഡോണർ VR അനന്തനാരായണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദൈന്യത കണ്ടറിഞ്ഞ് നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന റോട്ടറിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണം ലഭിച്ചു വരുന്ന രോഗികൾ ഉൾപ്പെടുന്ന 54 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സോണൽ കോർഡിനേറ്റർ റോട്ടേറിയൻ മേജർ ഡോണർ VR അനന്തനാരായണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന
ഈ റോട്ടറി ഇൻ്റർനാഷണൽ ശൃംഖലയിലെ ഒരു കണ്ണിയാണ്. റോട്ടറി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 111 കൊല്ലമായി ഈ ലോകത്തിൽ പലതരത്തിലുള്ള സന്നദ്ധ സേവനം നടത്തുന്ന സംഘടനയാണ്. ഏറ്റവും പഴക്കമേറിയ സന്നദ്ധ സംഘടന എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. റോട്ടറി പ്രസിഡന്റ് CH റഹീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി, പഞ്ചായത്ത് മെമ്പർ AK നളിനി, ഡോക്ടർ മനോജ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, VV മുസ്തഫ, KV ഗണേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണത്തിന് വിഷരഹിത പച്ചക്കറി എത്തുക എന്ന ലക്ഷ്യവുമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജൈവ പച്ചക്കറി ചന്ത തുടങ്ങി. മാത്തിൽ പ്രതീക്ഷ ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 5 മുതൽ 13 വരെ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ജൈവോൽപ്പന്ന ചന്ത നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ ആദ്യ വിൽപ്പന നടത്തി. സ്റ്റേറ്റ് ബാങ്ക് മാനേജർ ശ്രീജിത്ത് K, കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തീർത്തും ജൈവ കൃഷിയിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചക്ക ഉൽപ്പന്നങ്ങളായ ചക്ക കേക്ക്, ചക്ക കാരയപ്പം, ചക്ക ചിപ്സ്, വിവിധതരം അച്ചാറുകളും പച്ചക്കറി വിത്തുകളും വൃക്ഷത്തൈകളും വിൽപ്പനക്കായി നിരത്തിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ ഓണം ബക്രീദ് വിപണനമേളയ്ക്ക് പഴയങ്ങാടി BV റോഡിൽ തുടക്കമായി. മടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഇത്തരം ആഘോഷ പരിപാടികളിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ വിലക്കയറ്റം ഒരു വിധത്തിൽ മറ്റൊരു തരത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നത് ഇത്തരം സംരംഭങ്ങളാണ്. അതുപോലെ ഈ മേഖലയിൽ അവർക്ക് ഒരു താങ്ങായിട്ട് അവരുടെ സബ്സിഡിയോട് കൂടിയിട്ട് സാധനങ്ങൾ ഓണം ബക്രീദ് ആഘോഷിക്കുന്നതിനായി അത്തം മുതൽ ഉത്രാടം വരെയാണ് മേള നടക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ സഹകരണ ഓണം ബക്രീദ് വിപണി വഴി വിൽപ്പന നടത്തും. ഓണക്കാലത്തെ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. പഴയങ്ങാടി BV റോഡിൽ നടന്ന കൺസ്യൂമർ ഫെഡ് ഓണം ബക്രീദ് വിപണന മേള SK ആബിദ ഉദ്ഘാടനം ചെയ്തു. M പവിത്രൻ അധ്യക്ഷത വഹിച്ചു. T മേരി, MP മഹമ്മൂദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ഓണം ബക്രീദ് വിപണനമേള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊതുവിപണിയിലുള്ളതിനേക്കാൾ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള സംവിധാനമൊരുക്കിയാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം ബക്രീദ് വിപണി സജ്ജമാക്കിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഇലക്ട്രിസിറ്റി ഓഫീസ് പരിസരത്തുള്ള കൺസ്യൂമർ ഫെഡിലൊരുക്കിയ വിപണി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം AK നളിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ KE സഹജൻ, പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ അതിജീവനം ക്യാൻസർ പരിശോധനാ കേന്ദ്രം ചെറുവത്തൂർ കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2016-17 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്യാൻസർ നിയന്ത്രണ പ്രൊജക്ടിന്റെ ഭാഗമായി മുൻകൂട്ടി ക്യാൻസർ കണ്ടെത്തുന്ന സെന്ററിന്റെ ഉദ്ഘാടനം ചെറുവത്തൂരിൽ CHCയിൽ കാസർഗോഡ് MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരുന്നു, അതാണ് സ്നേഹബന്ധം. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, അത് അന്ന് നടത്തിയ പോലെ തന്നെ ഇന്നും നല്ല രീതിയിൽ നടത്താനുള്ള സംവിധാനവും കാര്യങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് പുതിയ ബ്ലോക്ക് വന്ന സമയത്ത് നേരത്തെ വിപുലമായ ഒരു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി അധ്യക്ഷയായി. മലബാർ ക്യാൻസർ കെയർ സെന്റർ ഡയറക്ടർ ഡോക്ടർ V സതീശൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാധവൻ മണിയറ, MT അബ്ദുൽ ജബ്ബാർ, K ശകുന്തള, ശ്രീധരൻ മാസ്റ്റർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി, ഡോക്ടർ രമേശ്, വെങ്ങാട്ട് കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂരിൽ നിന്ന് കോട്ടയം പാലായിലേക്ക് കൊറിയർ വഴി കത്തെത്താൻ 10 ദിവസമെടുത്തതായി പരാതി. അത്യാവശ്യ കാര്യത്തിന് പെട്ടെന്നയച്ച കത്ത് ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ധനനഷ്ടം വരുത്തിയതായും പരാതി. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് കരിവള്ളൂരിലെ ഭാസ്കരൻ എന്നയാൾ കോട്ടയത്ത് പാലായിലുള്ള ജോയ് കുഴിപ്പാലയ്ക്ക് ജോലിക്കുള്ള അപേക്ഷ കൊറിയർ വഴി അയച്ചത്. എത്രയും പെട്ടെന്ന് അപേക്ഷയ്ക്കുള്ള ഫോം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. കരിവള്ളൂരിലെ രാംസൺ മെഡിക്കൽ ഷോപ്പിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കൊറിയർ ഏജൻസി വഴിയാണ് കത്തയച്ചത്. എന്നാൽ ഇത് പാലായിലെത്താൻ 10 ദിവസം എടുത്തതായും ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെന്നുമാണ് പരാതിക്കാരനായ ഭാസ്കരൻ പറയുന്നത്. കഴിഞ്ഞ 24-ാം തീയതി എൻ്റെ സുഹൃത്ത്
പാലായിലുള്ള ജോയ് കുഴിപ്പാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കരിവള്ളൂർ റാംസൺ മെഡിക്കൽസിൽ നിന്നും മെഡിക്കൽസിൽ പ്രൊഫഷണൽ കൊറിയർ വഴി ഒരു വിലപിടിപ്പുള്ള ഒരു അപേക്ഷാ ഫോറം അയച്ചു കൊടുത്തു. 10 ദിവസം കഴിഞ്ഞ് ഇന്നലെ 4 മണിക്കാണ് കൊറിയർ അവിടെ ജോയിയുടെ കയ്യിൽ കിട്ടുന്നത്. ജോയിയുടെ കയ്യിൽ അത് കഴിഞ്ഞ് അന്നേരത്തിന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൊറിയർ സർവീസിനെ വിളിക്കാൻ തുടങ്ങിയെന്നും ഈ 10 ദിവസത്തിനുള്ളിൽ 40 തവണ ഫോൺ ചെയ്തിട്ടും കൊറിയർ അധികാരികൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലെന്നും ഭാസ്കരൻ പറയുന്നു. ഓൺലൈനിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇനി കോടതിയെ സമീപിക്കാനാണ് ഭാസ്കരന്റെ തീരുമാനം. 2 വർഷം മുൻപ് ഇതേ കൊറിയർ മുഖേന മനോരമ ഓഫീസിലേക്ക് അയച്ച DD വഴിയിൽ നിന്ന് കിട്ടിയ സുഹൃത്ത് തന്നെ ഏൽപ്പിച്ചതായി കരിവള്ളൂരിലെ വ്യാപാരി വ്യവസായ സെക്രട്ടറി AV മാധവനും പറയുന്നു. പക്ഷേ DD 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ കിട്ടാതപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ കിട്ടി അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അതിന് കുറേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വെള്ളൂരിൽ നിന്ന് പൊതുനിരത്തിൽ നിന്ന് ഞാൻ അയച്ച DD വേറൊരു യാത്രക്കാരനെ എന്നെ പരിചയമുള്ള ഒരു യാത്രക്കാരനെ കിട്ടിയിട്ട് അയാൾ എനിക്ക് നേരിട്ട് എത്തിച്ചു തരുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കാലിക്കടവ് ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അരികു തകർന്നു. നിർമ്മാണം പൂർത്തിയായി 1 വർഷം തികയും മുമ്പെയാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കോർട്ടിന്റെ തകർച്ച. കെ കുഞ്ഞിരാമൻ MLA 2014-15 വർഷത്തിൽ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് 7,40,000 രൂപ ചെലവഴിച്ച് പണിത ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അരികാണ് തകർന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വിടവുകളിൽ സിമന്റ് കലക്കി ഒഴിച്ചത് കൂടുതൽ പൊല്ലാപ്പായി. വിടവുകളിൽ സിമന്റ് കലക്കി ഒഴിച്ചതിന് ശേഷമാണ് അരികു തകർന്നത് ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പുതിയ കോർട്ടിൽ 2 മാസം മുൻപ് സംസ്ഥാന ജൂനിയർ പുരുഷ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബാസ്കറ്റ്ബോൾ പരിശീലനത്തിന് കുട്ടികൾ രാവിലെയും വൈകിട്ടും സ്റ്റേഡിയത്തിൽ എത്താറുമുണ്ട്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷമാകുന്നതിന് മുൻപേ അരികു തകർന്നത് കായിക താരങ്ങളെ നിരാശരാക്കിയിരിക്കുകയാണ്. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മറ്റൊരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉള്ളപ്പോഴാണ് തൊട്ടടുത്ത് ഭീമമായ തുക മുടക്കി കോർട്ട് പണിതതെന്ന പ്രതിഷേധവും ശക്തമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെത്തുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ CITU ട്രേഡ് സെന്ററിൽ നടന്നു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം ഒട്ടേറെ സങ്കീർണമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സമ്മേളനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ 2 വർഷത്തിലേറെ കാലമായി തുടരുന്ന പ്രസിഡന്റ് EP കരുണാകരൻ പതാക ഉയർത്തി. സെക്രട്ടറി M. നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. രാഘവൻ, PV കുഞ്ഞപ്പൻ എന്നിവർ പ്രസംഗിച്ചു. EP കരുണാകരൻ പ്രസിഡന്റായും M. നാരായണൻ സെക്രട്ടറിയായും ഉദയൻ ട്രഷററായും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആയിരക്കണക്കിന് പേർ തൊഴിലെടുക്കുന്ന ചെത്തു വ്യവസായത്തെ പരിഷ്കരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. തൃക്കരിപ്പൂരിൽ മദ്യപ സംഘം യുവാക്കളെ ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ 5 പേരെ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒളവറയിലെ മുഹമ്മദ് അഷ്കറിന് കത്തിവീശലിലും +1 വിദ്യാർത്ഥിയായ V. മുഹമ്മദിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമത്തിലും ഓടി വീണുമാണ് പരിക്കേറ്റതത്രേ. ഇവർക്കൊപ്പമുണ്ടായിരുന്ന K. മുഹമ്മദ് അനസ്, V. മുഹമ്മദ് അഷ്കർ, P. മുഹമ്മദ് അലി, ഷിഹാബുദ്ദീൻ എന്നിവർക്കും ഓടി രക്ഷപ്പെടുമ്പോൾ വീണ് പരിക്കേറ്റതായി ആശുപത്രിയിലുള്ളവർ പറയുന്നു. ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി ഗേറ്റിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നതായിരുന്നു. ആ ഷോപ്പ് പൂട്ടിയ സമയത്ത് ആടെ നിൽക്കുമ്പം അഷ്കറും ഷിയാബും ഓടി വരുന്ന കണ്ടിട്ട് നോക്കിയാലോ ഇവർ കുറേ ആൾ വന്നിട്ട് നമ്മൾ വളഞ്ഞ് എന്നിട്ട് അതിൽ നിന്ന് സനൂപും സജൂബും കൂടി എന്നെ പിടിച്ചിട്ട് പച്ചക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേത്ത് പെട്രോൾ ഒഴിച്ച് എന്നിട്ട് തീപ്പൊട്ടി ഇറക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവരെ തട്ടിമാറ്റി ഓടി ഇതിന്. ഒളവറ റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ച് മദ്യപിച്ചെത്തിയ ഒരു സംഘം ഞായറാഴ്ച രാത്രി 8 മണിയോടെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഇവർ ചന്ദര പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഞാൻ ചങ്ങായത്തിൽ ഷോപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഷോപ്പിൻ്റെ അടുത്ത് എത്തിയ ഇവർ വളഞ്ഞിട്ട് കഴുത്തിന് വാള് വെച്ച് ഞാൻ തട്ടിത്തെറിപ്പിച്ചേരും ഊക്കോണെല്ലാം വലിച്ച് സുമേഷ്, സനൂപ്, സുനേഷ് അങ്ങനെ ശരിക്കും അറിയില്ല കുറേ ആളുണ്ടായി. അവർ വളഞ്ഞിട്ട് ഞാൻ തട്ടിത്തെറിപ്പിച്ച് ഓടുമ്പോൾ കൈക്ക് ഊക്ക് വെച്ച് വലിക്കുകയും ചെയ്ത് കഴുത്തിന് വാള് വെക്കുകയും വലിക്കുകയും ചെയ്ത് തട്ടിത്തെറിപ്പിച്ച് ഓടിയതാണ്. മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു അത്രേ 10 പേർ ചേർന്നെത്തിയ സംഘം ആദ്യം മുഹമ്മദ് അഷ്കറിനെ നേരെ കത്തിവീശുകയും ഇടത് കൈക്ക് മുറിവേൽപ്പിക്കുകയും ചെയ്തത്. ഇത് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച V. മുഹമ്മദിനെ പിടിച്ചു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതായും ഇവർ പരാതി പറയുന്നു. മറ്റുള്ളവർ ഓടുന്നതിനിടയിൽ വീണ് പരിക്കേൽക്കുകയായിരുന്നു അത്രേ. ഒളവറയിലെ കണ്ടാലറിയുന്ന 2 പേരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ചന്ദര പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ വ്യായാമത്തിലൂടെ പഠന മികവ് പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ജൂനിയർ റെഡ് ക്രോസിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ വ്യായാമത്തിലൂടെ പഠന മികവിന്റെ ഉദ്ഘാടനവും മെഗാ സമ്മാനം ഏറ്റുവാങ്ങലും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള മനുഷ്യന് ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കാൻ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കാൻ അതിന് വ്യായാമം ആവശ്യമാണ്. വളരെ കൃത്യമായി എങ്ങനെയാണ് നന്നായി പഠിക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്കെല്ലാം തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ യാതൊരു ബോറടിയും ഇല്ലാതെ ക്ലാസ് ശ്രദ്ധിക്കുവാനും പഠനത്തിൽ മികച്ച നിലവാരം ഉയർത്തുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലാണ്. ഹെഡ്മാസ്റ്റർ KV വിനയകുമാർ സ്വാഗതം ആശംസിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ A കരുണാകരൻ പദ്ധതി വിശദീകരിച്ചു. സ്കിപ്പിംഗ് റോപ്പിന്റെ വിതരണം E അനീഷും നീന്തൽ പരിശീലകനുള്ള ഉപഹാര സമർപ്പണം P ചന്ദ്രൻ മാസ്റ്ററും നിർവഹിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്തവർക്കുള്ള ഉപഹാര സമർപ്പണം AEO P രാമദാസും പ്രതിമാസ സമ്മാന വിതരണം JRC കണ്ണൂർ ജില്ലാ സെക്രട്ടറി ND സുധീന്ദ്രനും നിർവഹിച്ചു. നീന്തൽ പരിശീലനം, ഒളിമ്പിക് റൺ, സ്വാതന്ത്ര്യദിന സൈക്കിൾ റാലി, പ്രഥമ ശുശ്രൂഷ ക്ലാസ്, സ്നേഹസ്പർശം, എയറോബിക്സ്, യോഗ, കായികക്ഷമതാ പരിശോധന, ഹെൽത്ത് കാർഡ് വിതരണം തുടങ്ങിയവയാണ് JRCയുടെ പ്രവർത്തനങ്ങൾ. ചടങ്ങിൽ K ദിനേശൻ, C ആശ, V ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിനായക ചതുർത്ഥി മഹോത്സവം തൃക്കരിപ്പൂർ കാളീശ്വരം ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ആഘോഷത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും നടന്നു. തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം 108 തേങ്ങ കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടുകൂടി ആഘോഷിച്ചു. രാവിലെ മുതൽ ഭക്തർ വഴിപാട് സമർപ്പിച്ച് പ്രസാദലബ്ധിക്കായി ക്ഷേത്രത്തിലെത്തി. അരയാക്കിൽ പെരികമന കേശവൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുതിർന്ന പൗരന്മാർക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ഹെൽപ്പേജ് ഇന്ത്യയ്ക്ക് വേണ്ടി ISDU സ്കൂളിലെ കുട്ടികൾ സമാഹരിച്ച സഹായധനം കൈമാറി. ചടങ്ങിൽ പയ്യന്നൂർ SI ദിനേശ് AV മുഖ്യാതിഥിയായി. ആലംബഹീനരും അശരണരുമായ അനേകം മുതിർന്ന പൗരന്മാർക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ഹെൽപ്പേജ് ഇന്ത്യയ്ക്ക് വേണ്ടി ISD സ്കൂളിലെ കുട്ടികൾ സമാഹരിച്ച 1,55,200 രൂപ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ പയ്യന്നൂർ SI ദിനേശ് AVയുടെ സാന്നിധ്യത്തിൽ ഹെൽപ്പേജ് ഇന്ത്യയ്ക്ക് വേണ്ടി കൈമാറി. Raise 4,430. They were able to raise 20. പ്രിൻസിപ്പൽ C വിജയകുമാർ, പ്രസിഡന്റ് MDP മുഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറി ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റ് തയ്യിൽ ഹാജി, അഹമ്മദ് ഹാജി, PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന് നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായുള്ള വാർത്താ വായന മത്സരം BRC ഹാളിൽ നടന്നു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണാഘോഷത്തിന്റെ പേരിൽ മാവേലിയെ കോമാളി വേഷം കെട്ടിക്കുകയാണോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അതായത് നമ്മളോട് പഴയ ഒരു കാലഘട്ടത്തെ വിളിച്ചോദിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മാവേലി. പക്ഷെ ഇന്ന് അതൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ്. കുത്തക താല്പര്യങ്ങൾക്ക് വേണ്ടി വൻകിട മുതലാളിമാർ അവരവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാവേലിയെ തെരുവിലൂടെ കെട്ടി കോമാളി വേഷമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും ഇന്ന് കച്ചവടമായി മാറുകയാണ്. മാവേലിയെ ഇന്ന് വലിയ വലിയ കുത്തക കമ്പനിക്കാർ അവരുടെ
കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രം ചില ഈ ഓണത്തിന് മുന്നോടിയായിട്ട് മുമ്പേ കെട്ടിയിറക്കാൻ വേണ്ടുന്നത്. അതായത് പിന്നെ ഓണത്തിന് മാത്രമല്ല പല എല്ലാ ആഘോഷവേളകളും ഇന്നും കേരളീയർ കച്ചവടമാക്കാൻ വേണ്ടി പോവുകയാണ്. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും. പക്ഷെ ഇന്ന് മാവേലിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കച്ചവടത്തിൻ്റെ രീതിയിലാണ് എല്ലാവരും അതിനെ നോക്കിക്കാണുന്നത്. അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ നല്ല ഭരണം കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളെ ടൗണിൽ തെരുവുകളിൽ വിളിച്ചഴക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കൊടവയർ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. അന്ന് വിഷരഹിത പച്ചക്കറിയും അതുപോലെ സാധനങ്ങൾ കഴിക്കുന്നവർക്ക് ഒരു കാരണവശാലും കൊടവയർ ഉണ്ടാകാൻ പാടില്ല. മഹാബലിക്ക് ശരിക്കും പറഞ്ഞ ആരോഗ്യ ദൃഢഗാത്രനാണെന്നാണ് ഈ സങ്കല്പത്തിലാണെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മഹാബലിയെ എത്ര വാഴ്ത്തിയാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഒരു സങ്കല്പം ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തൊരു ആഭാസമാണ് കാണുന്നത്. ഒരു കുടവേരം വെച്ച് ഒരു കുടയും പിടിച്ച് വലിയൊരു കൊമ്പം മീശയും വെച്ച് ഇവർക്ക് ആരാണ് ഇതിൻ്റെ വേഷം ഈ മഹാബലി ഈ തൊഴിലാണെന്ന് പറഞ്ഞു കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ആ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വലിയൊരു ചക്രവർത്തിയായിട്ടുള്ളതായ രാജ്യം ഭരിച്ചൊരു മഹാന ഇത്തരത്തിലുള്ളതായ വൈകൃതമായ ഒരു വേഷം കെട്ടി നടത്തുന്നത് ഏറ്റവും മോശം തന്നെയാണ്. അത് ഈ നമ്മുടെ രാജ്യത്തിന് തന്നെ നമ്മുടെ ജനങ്ങൾക്ക് തന്നെ ഒരു പരിഹാസമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് ഏറ്റവും തെറ്റാണ്. അത് പാടില്ലാത്ത കാര്യങ്ങളാണ്. മഹാബലി എന്നുള്ളത് വളരെ ബുദ്ധിമാനായ രാജാവാണ്. ആ രാജാവിനെ അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ പോലെ ഒരു കോമാളി വേഷമല്ല വേണ്ടതെന്നുള്ളത് വളരെ പ്രസക്തമാണ്. അത് നിശ്ചയമായിട്ടും ആ പുരാണ കഥാപാത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അതുകൊണ്ട് ഇനി മേലിലെങ്കിലും ഇത്തരം കഥാപാത്രങ്ങളെ പ്രത്യേകിച്ച് മഹാബലിയെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെ വേണം. ബുദ്ധിമാനും ബലവാനും നല്ല ഏറ്റവും നല്ലൊരു ഭരണാധികാരിയുമായ ആയിരുന്നു അദ്ദേഹം. ആ രീതിയിൽ വേണം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്നാണ് പറയാനുള്ളത്. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഗോൾഡൻ ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 9 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേംബർ ഹാളിൽ നടക്കും. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാഷ് അവാർഡ് വിതരണം തിരുവോണം നാളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തൊഴിൽ രഹിത വേതനം വിതരണം സെപ്റ്റംബർ 6, 7 തീയതികളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. മരണപ്പാതയായി മാറിയ പരിയാരം ദേശീയപാതയ്ക്ക് സുരക്ഷാ കവചമൊരുക്കാൻ കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഫണ്ട് അനുവദിച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്കൂളുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. വിനായക ചതുർത്ഥി. പയ്യന്നൂരിൽ വർണ്ണശബളമായ നിമജ്ജന ഘോഷയാത്ര. സാങ്കേതിക വിദ്യകൾ ഉന്നതിയിലെത്തിയിട്ടും സിനിമകൾക്കിപ്പോഴും നാടകത്തോട് കിടപിടിക്കാൻ സാധിക്കുന്നില്ലെന്ന് ചലച്ചിത്ര സംവിധായകനും നാടക പ്രവർത്തകനുമായ മനോജ് ഖാന. AIYF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.